ഇന്ത്യ ഹമാസിനെ നിരോധിക്കണം, അതേപോലെ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ളത് ഇസ്രായേലിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല, കുറേ നാളായിട്ട് ആ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ബോംബെ താജ് ഹോട്ടലിൽ ആക്രമണം നടന്നപ്പോൾ മേ ബി ഇൻ 2008 അന്ന് ആ സംഭവം നടന്ന ഉടനെ ഇസ്രായേൽ ജെയ്ഷെ മുഹമ്മദിനെയും അതേപോലെ ലഷ്കർ ഇ തയ്ബയെയും ഭീകര സംഘടനകളായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് രാജാവിനേലും വലിയ രാജഭക്തി എന്ന് പറഞ്ഞോണം. ഇന്ത്യയിലും വലിയ ഇന്ത്യ ഭക്തിയാണ് ഇസ്രായേലിന്, ഇന്ത്യയോട്. അപ്പോൾ അവരപ്പോൾ തന്നെ അത് നിരോധിച്ചു, 2 സംഘടനകൾ, ലഷ്കർ ഇ തയ്ബ അതേപോലെ ജെയ്ഷെ മുഹമ്മദ്. അപ്പോൾ അതേപോലെ ഇസ്രായേലിനൊരു പ്രതീക്ഷയും ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഹമാസിനെ ഇന്ത്യ ഒന്ന് നിരോധിക്കണമെന്ന്. അത് ഇടയ്ക്കൊക്കെ നിർദ്ദേശിക്കാറുണ്ടായിരുന്നു, ജസ്റ്റ് പറയുമായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി പ്രാവർത്തികമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യയോട് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവരെ നിരോധിക്കണമെന്ന്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയിടെ നടന്ന ഒരു സംഭവമാണ്. ഈ ഫെബ്രുവരി 5-നാണെന്നാണ് അവിടെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ റവൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് നടന്നു. അതിൽ ഈ പറഞ്ഞ UN തന്നെ നിരോധിച്ചിരിക്കുന്ന സംഘടനകളായ നമ്മൾ പറഞ്ഞ ജെയ്ഷെ മുഹമ്മദ്, LET, അവർ 2 കൂട്ടരും, ലഷ്കർ ഇ തയ്ബ അതേപോലെ ജെയ്ഷെ മുഹമ്മദ്, ഈ 2 കൂട്ടരും അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്തു. അവിടെ പല ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ ഒന്ന് ബ്ലീഡിങ് ഡൽഹി എന്നുള്ളതാണ്. ഡൽഹിയിൽ ചോരപ്പുഴ ഒഴുക്കുക എന്നുള്ളത് അവരുടെ ഒരു നയമാണ്. എന്നിട്ട് അതുവഴി ഈ കാശ്മീരിനെ തിരിച്ചു പിടിക്കുക എന്നൊക്കെയുള്ള അങ്ങനത്തെയാണ് ചർച്ചകൾ നടന്നിരുന്നത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദും അതേപോലെ ലഷ്കർ ഇ തയ്ബയും ഇത് പറയണതിൽ ആർക്കും വലിയ അത്ഭുതമില്ല. അതൊരു ഫോർമാലിറ്റി എന്നുള്ള രീതിയിലേക്ക് കാണുന്നുള്ളൂ. അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഈ ലഷ്കർ ഇ തയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും കൂട്ടത്തിൽ അവിടെ വേദി പങ്കിട്ടിരുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും വലിയ അങ്കലാപ്പുണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഈ ഇസ്രായേലിന് അങ്കലാപ്പുണ്ടാക്കിയത്. ആ വ്യക്തിയുടെ പേര് ഖാലിദ് ഖദ്ദൂമി എന്നാണ്. അങ്ങേര് ഹമാസിൻ്റെ നേതാവാണ് എവിടെ, ടെഹ്റാനിൽ.